Hello friends, welcome to Earnest Academy. അപ്പോൾ മാർച്ച് 2023യുടെ എക്സാം കലണ്ടർ വന്നിട്ടുണ്ട്. നിങ്ങൾ എക്സാം കലണ്ടർ നോക്കിയാൽ നിങ്ങൾക്ക് കാണാം ഫസ്റ്റ് എക്സാം തന്നെ വന്നിരിക്കുന്നത് സ്റ്റേഷൻ ഓഫീസർ ആണ് ഫയർ ആൻഡ് റെസ്ക്യൂ ഡിപ്പാർട്ട്മെന്റിൽ. അപ്പോൾ നമുക്ക് അതിന്റെ ഡീറ്റെയിൽസും അതിന്റെ സിലബസും ഈ എക്സാമിന്റെ കുറച്ച് ഡീറ്റെയിൽസ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റ് നമുക്ക് നോക്കേണ്ടത് ജസ്റ്റ് കാറ്റഗറി നമ്പർ ആണ്. 093/2020 വിളിച്ച കാറ്റഗറി നമ്പറിൽ വിളിച്ച എക്സാം ആണ്. 26,012 പേരാണ് എക്സാം അപ്ലൈ ചെയ്തിട്ടുള്ളത്. മാർച്ച് 1-ാം തീയതി ഫസ്റ്റ് മാർച്ചിൽ നടക്കുന്ന ഫസ്റ്റ് PSC എക്സാം ആണിത്. വെനസ്ഡേ ആണ് നടക്കുന്നത്. സ്റ്റേഷൻ ഓഫീസർ ആണ്, നമ്മുടെ ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസിലാണ് വരുന്നത്. അപ്പോൾ മെയിൻ ടോപ്പിക്സ് അവർ കൃത്യമായി ആ PDF തന്നെ ഇട്ടിട്ടുണ്ട്. നമുക്ക് ഫിസിക്സ് വരുന്നുണ്ട്, കെമിസ്ട്രി വരുന്നുണ്ട്, ബയോളജി വരുന്നുണ്ട്. ബയോളജി തന്നെ സുവോളജി, ബോട്ടണി രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിരുന്നുണ്ട്. ദെൻ മാത്സ് വരുന്നുണ്ട്. അതായത് നമ്മുടെ ഒരു +2 സയൻസ് എടുക്കുന്നവരുടെ എല്ലാ സബ്ജക്റ്റുകളും വരുന്നുണ്ട്. എല്ലാ സബ്ജക്റ്റിനും ഈക്വലി 12 മാർക്ക് വെച്ചിട്ടാണ് ഡിവൈഡ് ചെയ്ത് പോയേക്കുന്നത്, മാത്സ് ഉൾപ്പെടെ. ദെൻ ജോബ് റിലേറ്റഡ് ആയിട്ടൊരു 20 മാർക്ക് വരുന്നുണ്ട്. GK 10 മാർക്ക്, ബേസിക്സ് ഓഫ് കമ്പ്യൂട്ടർ 10 മാർക്ക്. ഇങ്ങനെയാണ് ഇത്തവണ സ്റ്റേഷൻ ഓഫീസർ എക്സാമിന്റെ സിലബസ് വന്നിട്ടുള്ളത്. അപ്പം നമുക്ക് ഡീറ്റെയിൽ ആയിട്ടുള്ള സിലബസ് ഒക്കെ ഒന്ന് ചെക്ക് ചെയ്യാം. അപ്പോൾ ഫസ്റ്റ് നോക്കേണ്ടത് നമുക്ക് ഫിസിക്സ് ആണ്. ഞാൻ പറഞ്ഞല്ലേ നമ്മുടെ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, ബോട്ടണി, സുവോളജി, മാത്സ് എല്ലാം 12 മാർക്ക് വീതമായിട്ട് 60% മാർക്കാണ് ഈ ടോപ്പിക്കുകൾക്ക് വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഫിസിക്സ് നോക്കുകയാണെങ്കിൽ ഫിസിക്സിന് 4 മൊഡ്യൂളാണ് വരുന്നത്. പ്രോപ്പർട്ടീസ് ഓഫ് മാറ്റർ, തെർമൽ ഫിസിക്സ്, ഒപ്റ്റിക്സ്, മോഡേൺ ഫിസിക്സ്. അതിൽ പ്രോപ്പർട്ടീസ് ഓഫ് മാറ്ററിന് 3 മാർക്ക്, തെർമൽ ഫിസിക്സ് 2 മാർക്ക്, ഒപ്റ്റിക്സ് 3 മാർക്കും, മോഡേൺ ഫിസിക്സ് 4 മാർക്ക്. അങ്ങനെയാണ് ടോട്ടൽ ആയിട്ടുള്ളൊരു 12 മാർക്ക് വരുന്നത്. നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് സിലബസ് നോക്കിയാൽ ഫസ്റ്റ് പ്രോപ്പർട്ടീസ് ഓഫ് മാറ്റർ ആണ്. അതിൽ നമുക്ക് പഠിക്കാനുള്ളത് ഇലാസ്റ്റിസിറ്റി വരുന്നുണ്ട്, മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി ഉണ്ട്, ഇലാസ്റ്റിക് കോൺസ്റ്റന്റുകൾ വരുന്നുണ്ട്. അതുപോലെ തന്നെ സർഫസ് ടെൻഷന്, പ്രഷർ, കാപ്പിലറി റൈസ്, സർഫസ് ടെൻഷനും ടെമ്പറേച്ചറും തമ്മിലുള്ള റിലേഷൻസ്. ദെൻ ഫ്ലൂയിഡ് ഡൈനാമിക്സ് പറയുന്നുണ്ട്. ഫ്ലൂയിഡ് ഡൈനാമിക്സിന്റെ സ്ട്രീം ലൈന്, ടർബുലന്റ് ഫ്ലോ വരുന്നുണ്ട്. ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂറ്റി ഉണ്ട്, ബെർണോളിസ് ഇക്വേഷൻസും അതിന്റെ ആപ്ലിക്കേഷൻസും വരുന്നുണ്ട്. വിസ്കോസിറ്റി, കോഎഫിഷ്യന്റ് ഓഫ് വിസ്കോസിറ്റി വരുന്നുണ്ട്. സ്റ്റോക്സ് ഫോർമുല വരുന്നുണ്ട്. അതുപോലെ തന്നെ വേരിയേഷൻ ഓഫ് വിസ്കോസിറ്റി വിത്ത് ടെമ്പറേച്ചർ. ഇത്രയും കാര്യങ്ങളാണ് പ്രോപ്പർട്ടീസ് ഓഫ് മാറ്ററിൽ നിന്ന് വരുന്നത്. 3 മാർക്കാണ് വെയിറ്റേജ് വരുന്നത്. ദെൻ നമുക്ക് നെക്സ്റ്റ് പോകേണ്ടത് തെർമൽ ഫിസിക്സ് ആണ്. തെർമോഡൈനാമിക്സിന്റെ ബേസിക്സ് ആണ് തെർമൽ ഫിസിക്സിൽ വരുന്നത്. തെർമൽ കണ്ടക്ടിവിറ്റി, കോഎഫിഷ്യന്റ് ഓഫ് തെർമൽ കണ്ടക്ടിവിറ്റി, വീഡ്മാൻ-ഫ്രാൻസ് ലോ, റേഡിയേഷന്, സ്റ്റീഫാൻസ് ലോ. ഇത് കൂടാണ്ട് പിന്നെ തെർമോഡൈനാമിക് ലോസ് ആണ് പറയുന്നത്. 0th ലോ തൊട്ട് ഫസ്റ്റ് ലോ തൊട്ട് 3rd ലോ വരെ വരുന്നുണ്ട്. അതിൽ എസ്പെഷ്യലി ശരിക്കും 2nd ഉം 3rd ഉം പറയുന്നില്ല. ഫസ്റ്റ് ലോയും പിന്നെ ഡിഫറൻഷ്യൽ ഫോം ഓഫ് ഫസ്റ്റ് ലോയും മാത്രമേ മെൻഷൻ ചെയ്യുന്നുള്ളൂ. ദെൻ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് തെർമോഡൈനാമിക് പ്രോസസ്സുകൾ പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് സ്പെസിഫിക് കപ്പാസിറ്റീസിനെ പറ്റിയും പറയുന്നുണ്ട്, ഹീറ്റ് കപ്പാസിറ്റീസ്. ദെൻ കാർനോട്ട് എഞ്ചിൻ, എൻട്രോപ്പി തുടങ്ങിയ കാര്യങ്ങളും പറയുന്നുണ്ട്. അപ്പോൾ എൻട്രോപ്പി പറയുന്നതുകൊണ്ട് എന്തായാലും നമുക്ക് 2nd ലോ ഓഫ് തെർമോഡൈനാമിക്സും കടന്നുപോയേ പറ്റത്തുള്ളൂ പ്രിപ്പറേഷനിൽ. ദെൻ ഒപ്റ്റിക്സ് ആണ്. അപ്പോൾ ഇവിടെ 2 മാർക്കിനാണ് തെർമൽ ഫിസിക്സ് വരുന്നത്. ഒപ്റ്റിക്സ് 3 മാർക്കിനാണ് വരുന്നത്. ഒപ്റ്റിക്സ് നമുക്കറിയാലേ, ഇന്റർഫറൻസ് ഓഫ് ലൈറ്റ് വരുന്നുണ്ട്, പ്രിൻസിപ്പിൾ ഓഫ് സൂപ്പർ പൊസിഷന്, പിന്നെ പല നമ്മുടെ ഡബിൾ സ്ലിറ്റ് ഇന്റർഫറൻസ് ഇൻ തിൻ ഫിലിംസ്, ന്യൂട്ടൺസ് റിങ്സ് തുടങ്ങിയ കാര്യങ്ങൾ വരുന്നുണ്ട്. ഡിഫ്രാക്ഷൻ, ഫ്രസ്നൽ ഡിഫ്രാക്ഷൻ വരുന്നുണ്ട്, ഹാഫ് പീരീഡ് സോൺസ്, ഫ്രോൺഹോഫർ ഡിഫ്രാക്ഷൻ, ഡിഫ്രാക്ഷൻ അറ്റ് എ സിംഗിൾ സ്ലിറ്റ്, ഡിഫ്രാക്ഷൻ ഗ്രേറ്റിംഗ് തുടങ്ങിയ കാര്യങ്ങൾ വരുന്നുണ്ട്. അപ്പൊ ഡിഫ്രാക്ഷൻ വരുന്നുണ്ട്, ഇന്റർഫറൻസ് വരുന്നുണ്ട്, ഡിഫ്രാക്ഷൻ വരുന്നുണ്ട്. ദെൻ ലേസർ ആണ് വരുന്നത്. ലേസറിന്റെ ബേസിക് പ്രിൻസിപ്പിൾ പറയുന്നുണ്ട്, HENE ലേസർ പറയുന്നുണ്ട്. പിന്നെ ഒപ്റ്റിക്കൽ ഫൈബർ സ്റ്റെപ്പ്, ഇൻഡെക്സ് ഗ്രേഡ് ഫൈബർ, ഗ്രേഡഡ് ഇൻഡെക്സ് ഫൈബർ തുടങ്ങി കുറച്ച് ടൈപ്പ് ഓഫ് ഫൈബേഴ്സും ന്യൂമറിക്കൽ അപ്പേർച്ചറും. അങ്ങനെ ഒപ്റ്റിക്സിനെ അപ്പൊ നമുക്ക് 3ആയിട്ട് ഡിവൈഡ് ചെയ്യാം: ഇന്റർഫറൻസ്, ഡിഫ്രാക്ഷന്, ലേസർ. അപ്പൊ ഈ 3ൽ നിന്നൂടെ 3 മാർക്കാണ്. നമുക്ക് ഈക്വലി പ്രതീക്ഷിക്കാം ഓരോ ടോപ്പിക്കിൽ നിന്ന് ഓരോ മാർക്ക് എന്നുള്ള രീതിയിൽ. ദെൻ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലായി ഇതൊക്കെ കുറച്ചുകൂടെ ഡിഗ്രി ലെവലിലുള്ള ഒപ്റ്റിക്സ് ഫിസിക്സ് ആണ്. പക്ഷെ തെർമൽ ഫിസിക്സ് ഒക്കെ വരുമ്പോൾ കുറച്ചുകൂടി കുറേ പോർഷൻ എങ്കിലും നമുക്ക് ഫിസിക്സിൽ നമ്മൾ +2 ലെവലിൽ തന്നെ വരുന്നതാണ്. പ്രോപ്പർട്ടീസ് ഓഫ് മാറ്ററും നമ്മൾ ഫിസിക്സിൽ കുറേയൊക്കെ പഠിച്ചിട്ടുള്ള ടോപ്പിക്കുകൾ തന്നെയാണ് വരുന്നത് +2-ന്. ദെൻ മോഡേൺ ഫിസിക്സ് പോയാൽ നമുക്ക് ബ്ലാക്ക് ബോഡി റേഡിയേഷൻ കർവ് വരുന്നുണ്ട്, ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ്, കോംപ്റ്റൺ എഫക്റ്റ്, പിന്നീട് നമ്മുടെ ഹൈഡ്രജന്റെ ആറ്റം മോഡലിനെ പറ്റിയൊക്കെ പറയുന്നുണ്ട്, ബോർ മോഡൽ, ഹൈഡ്രജൻ ആറ്റം. ഇത് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഇനി അങ്ങോട്ട് പോകുമ്പോൾ കെമിസ്ട്രിയിൽ നമുക്ക് ഇതേ ടോപ്പിക്കുകൾ വരുന്നുണ്ട്. അപ്പം അങ്ങനെ കുറച്ച് ടോപ്പിക്കുകൾ കോമൺ ആയിട്ട് വരുന്നുണ്ട്. അപ്പം അതുകൊണ്ട് ഈ വാസ്റ്റ് ആയിട്ടുള്ള സിലബസ് നമ്മൾ ഒന്ന് സ്ട്രാറ്റജൈസ് ചെയ്ത് പഠിച്ചാൽ കുറച്ചുകൂടെ എളുപ്പത്തിൽ നമുക്ക് പഠിച്ചു തീർക്കാൻ പറ്റും.
വേവ് നേച്ചർ ഓഫ് പാർട്ടിക്കിൾസ് വരുന്നുണ്ട്, അൺസർട്ടൈനിറ്റി പ്രിൻസിപ്പിൾ, വേവ് ഫംഗ്ഷൻ, വെക്ടർ ആറ്റം മോഡൽ, ക്വാണ്ടം നമ്പേഴ്സ് അസോസിയേറ്റഡ് വിത്ത് വെക്ടർ ആറ്റം മോഡൽ, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ വരുന്നുണ്ട്. സീമൻ എഫക്ട്, അനോമലസ് സീമൻ എഫക്ട്, പാഷൻ ബാക്ക് എഫക്ട്, സ്റ്റാർക്ക് എഫക്ട് തുടങ്ങിയ കാര്യങ്ങൾ വരുന്നുണ്ട്. ഇതൊക്കെയാണ് ഫസ്റ്റ് പോർഷനിൽ വരുന്നത്. സെക്കൻഡ് പോർഷനിൽ നമ്മുടെ മെറ്റീരിയൽസിന്റെ ആണ്. അമോർഫസ്, സോളിഡ് അമോർഫസ് ആൻഡ് ക്രിസ്റ്റലൈൻ മെറ്റീരിയൽസ്, അവയുടെ യൂണിറ്റ് സെല്ല്, ടൈപ്പ് ഓഫ് ലാറ്റിസ്, അങ്ങനെ ക്രിസ്റ്റൽ സ്ട്രക്ചറുകളും ബോഡി ലാറ്റിസുകളെ കുറിച്ചൊക്കെയാണ് പറയുന്നത്, മില്ലർ ഇൻഡീസസ് ഒക്കെ. ദെൻ വരുന്ന പോർഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ന്യൂക്ലിയസിന്റെ കോൺസ്റ്റിറ്റ്യുവൻസിനെ കുറിച്ചും അവയുടെ പ്രോപ്പർട്ടീസുകൾ, ബൈൻഡിങ് എനർജി തുടങ്ങിയ കാര്യങ്ങളും അതിന്റെ കൂടെ തന്നെ നമുക്ക് ന്യൂക്ലിയർ ഫിഷൻ ആൻഡ് ഫ്യൂഷൻ പ്രോസസ്സിനെ പറ്റിയും പറയുന്നുണ്ട്. അടുത്തത് ഇത്രയാണ് നമ്മുടെ ഫിസിക്സ് വരുന്നത് 12 മാർക്കിന്. ദെൻ നമ്മൾ കെമിസ്ട്രിയിലോട്ട് പോയാൽ കെമിസ്ട്രി 3 മൊഡ്യൂളേ ഉള്ളൂ. ഇനോർഗാനിക് കെമിസ്ട്രി, ഓർഗാനിക് കെമിസ്ട്രി, ഫിസിക്കൽ കെമിസ്ട്രി, 3നും 4 മാർക്ക് വീതം അങ്ങനെ ഈക്വലി ഡിവൈഡ് ആയിട്ടാണ് പോകുന്നത്. ഇനോർഗാനിക് കെമിസ്ട്രിയിലാണ് ഞാൻ ഈ പറഞ്ഞ നമ്മുടെ ആറ്റം മോഡലുകൾ എല്ലാം തന്നെ വരുന്നുണ്ട്. ബോർ ആറ്റം മോഡൽ വരുന്നുണ്ട്, ഹൈഡ്രജൻ സ്പെക്ട്രം വരുന്നുണ്ട്, ഹൈസൻബർഗ് അൺസർട്ടൈനിറ്റി പ്രിൻസിപ്പിൾ വരുന്നുണ്ട്, ഡി ബ്രോഗ്ലി ഹൈപ്പോത്തസിസ് വരുന്നുണ്ട്, ക്വാണ്ടം നമ്പേഴ്സ് വരുന്നുണ്ട്, അതുപോലെ തന്നെ പീരിയോഡിസിറ്റി വരുന്നുണ്ട്, അത് അറ്റോമിക് റേഡിയസിന്റെ കാര്യത്തിൽ വരുന്നുണ്ട്, അയണൈസേഷൻ എനർജി, ഇലക്ട്രോൺ അഫിനിറ്റി, ഇതൊക്കെ നമ്മൾ +2 പഠിച്ചതാ. ക്ലാസിഫിക്കേഷൻ ഓഫ് എലമെന്റ്സ് ഇൻടു SPDF ബ്ലോക്ക്, അങ്ങനെ പീരിയോഡിക് ടേബിളിന്റെ മൊത്തത്തിലുള്ള സ്റ്റഡി തന്നെ പറയുന്നുണ്ട്. ഇത് കൂടാണ്ട് പ്രിപ്പറേഷൻ, പ്രോപ്പർട്ടീസ് ആൻഡ് യൂസസ് ഓഫ് ഹൈഡ്രജൻ ആൻഡ് ഹൈഡ്രൈഡ്സ് എടുത്ത് പറയുന്നുണ്ട്. അതുപോലെ തന്നെ വാട്ടറിന്റെ ഹാർഡ്നെസ്, അതിന്റെ ടൈപ്സ്, കോൺസിക്വൻസസ്, നമ്മുടെ കോഴ്സുകൾ, ഇത്രയും കാര്യങ്ങൾ പറയുന്നുണ്ട്. അതുപോലെ പിന്നീട് നമുക്കുള്ളത് കെമിക്കൽ ബോണ്ടിങ് ആണ്. നമുക്കറിയാലേ അയോണിക് ഉണ്ട്, കോവാലന്റ് ഉണ്ട്, കോർഡിനേറ്റ്, മെറ്റാലിക് ബോണ്ട്സുകൾ ഉണ്ട്. അപ്പൊ എല്ലാ ബോണ്ടുകളെ പറ്റി കൃത്യമായ രീതിയിൽ പഠിക്കുക. ഹൈഡ്രജൻ ബോണ്ടിങ് എക്സ്ട്രാ. ദെൻ നമ്മുടെ ആസിഡ് ബേസ് ക്ലാസിഫിക്കേഷന്, അവയുടെ എഫക്ട്സ് ഓഫ് സോൾവെന്റ്സ് ഓൺ അയോണിക് സ്ട്രെങ്ത്, ലെവലിംഗ് എഫക്ട്, സോലിബിലിറ്റി പ്രോഡക്റ്റ് തുടങ്ങിയ കുറച്ച് കാര്യങ്ങളാണ് പഠിക്കാനുള്ളത്. അടുത്തത് നമുക്ക് ടൈട്രേഷൻ ആണ് വരുന്നത്. ആസിഡ് ബേസ് ടൈട്രേഷൻ ഉണ്ട്, റിഡോക്സ്, പ്രെസിപ്പിറ്റേഷൻ, കോംപ്ലക്സോമെട്രിക് ടൈട്രേഷൻസ്, പിന്നെ അവരുടെ ഇൻഡിക്കേറ്റേഴ്സും ഗാൽവനോമെട്രിക് അനാലിസിസും ഗ്രാവിമെട്രിക് അനാലിസിസുകളും നമുക്ക് സിലബസിൽ ഡിസ്കസ് ചെയ്ത് പോകണം. പിന്നീട് മെറ്റലർജി, വേരിയസ് ടൈപ്സ് ഓഫ് മെറ്റലർജിക്കൽ പ്രോസസ്സ് പറയുന്നുണ്ട്. അതുപോലെ തന്നെ വാട്ടർ, സോയിൽ, എയർ, നോയിസ്, പൊല്യൂഷൻ, തെർമൽ, റേഡിയോ ആക്റ്റീവ് പൊല്യൂഷൻ, ഇവയുടെ സോഴ്സുകളെ, എഫക്റ്റ്, കോൺസിക്വൻസസ്, ഇത്രയും പറയുന്നുണ്ട്. ഇനോർഗാനിക് കെമിസ്ട്രി അത്യാവശ്യം വാസ്റ്റ് ആയിട്ട് തന്നെയാണ് പോയേക്കുന്നത്. പക്ഷേ 4 മാർക്ക് മാത്രമായിരിക്കും നമുക്ക് വെയിറ്റേജ് വരുന്നത്. ദെൻ നമുക്ക് ഓർഗാനിക് കെമിസ്ട്രി പോകാം. ഓർഗാനിക് കെമിസ്ട്രി കമ്പാരിറ്റീവ്ലി കുറച്ചുകൂടെ സിലബസ് കുറവാണല്ലേ. നമുക്കറിയാവുന്ന ഓർഗാനിക് കെമിസ്ട്രി എന്ന് പറയുമ്പോഴേ അറിയാം, നോമൻക്ലേച്ചർ പഠിക്കണം. പിന്നീട് അതുപോലെ തന്നെ റിയാക്ഷൻ മെക്കാനിസം ലൈക്ക് അഡീഷൻ, സബ്സ്റ്റിറ്റ്യൂഷൻ, എലിമിനേഷൻ റിയാക്ഷൻസ്, അപ്പൊ അവിടെ വരുന്ന കെമിക്കൽ ഫോർമുലയൊക്കെ വെച്ച് നമ്മൾ എല്ലാവരും തന്നെ പഠിച്ചിട്ടുള്ളവരാണ്. ദെൻ പ്രിപ്പറേഷൻ ഉണ്ട്, ആൽക്കെയിൻസ്, ആൽക്കീൻസ്, ആൽക്കൈൻസ്, അരോമാറ്റിക് ഹൈഡ്രോ കാർബൺസ്, സൈക്ലോ ആൽക്കെയിൻസ്, ആൽക്കഹോൾസ്, ഫീനോൾസ്, എതേഴ്സ്, എപ്പോക്സൈഡ്സ്, എല്ലാം കൃത്യമായിട്ട് ഏതൊക്കെ ഓർഗാനിക് കോമ്പൗണ്ടുകളെയാണോ പഠിക്കേണ്ടത് അവയുടെ എല്ലാം പേര് തന്നെ എടുത്ത് കൃത്യമായിട്ട് പറയുന്നുണ്ട്. അങ്ങനെ നൈട്രോ കോമ്പൗണ്ട്സ് വരെ ഇത്രയും കോമ്പൗണ്ടുകളുടെയും പ്രിപ്പറേഷനും അതിന്റെ ഓരോ കോമ്പൗണ്ടുകളുടെയും പ്രോപ്പർട്ടിയും പറയുന്നുണ്ട്, പഠിക്കാൻ സിലബസിൽ കൃത്യമായി പറയുന്നുണ്ട്. ദെൻ നെക്സ്റ്റ് നമുക്ക് വരുന്നത് പെട്രോളിയം ആണ്. പെട്രോളിയത്തിൽ ക്രൂഡ് ഓയിലിന്റെ റിഫൈനിങ് വരുന്നുണ്ട്, നോക്കിംഗ്, ഒക്ടൈൻ നമ്പർ, സീറ്റൈൻ നമ്പർ, ക്രാക്കിംഗ് തുടങ്ങിയ കാര്യങ്ങൾ വരുന്നുണ്ട്. ദെൻ പോളിമേഴ്സ് ആണ്, അതിന്റെ ക്ലാസിഫിക്കേഷൻ പറയുന്നുണ്ട്. എക്സ്ട്രാ ആയിട്ട് നമ്മൾ സ്പെസിഫിക് ആയിട്ട് പഠിക്കുന്നത് തെർമോപ്ലാസ്റ്റിക്കും തെർമോസെറ്റിംഗ് പ്ലാസ്റ്റിക്കും റബ്ബറും ആണ്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഓർഗാനിക് കെമിസ്ട്രിയിൽ നമുക്ക് കവർ ചെയ്യേണ്ട ടോപ്പിക്കുകൾ. നമുക്കറിയാലേ 4 മാർക്കാണ് വെയിറ്റേജ് വരുന്നത്. ദെൻ നമുക്ക് ഫിസിക്കൽ കെമിസ്ട്രി ആണുള്ളത്. ഇതിൽ നോക്കിക്കേ, എന്താണ് ഗേഷ്യസ് സ്റ്റേറ്റ്, ഗ്യാസ് ലോസ്, കൈനറ്റിക് ഗ്യാസ് ഇക്വേഷൻ, ഐഡിയൽ ഗ്യാസ്, റിയൽ ഗ്യാസ് ഒക്കെ പറയുന്നുണ്ട്. അപ്പൊ ഇതും നമ്മുടെ തെർമൽ ഫിസിക്സിന്റെ ആ പോർഷൻസ് ഒക്കെ ഓൾമോസ്റ്റ് ഒരേ രീതിയിൽ ഒരേ ടോപ്പിക്കിന്റെ കണക്റ്റഡ് ആയിട്ട് വരുന്ന കാര്യങ്ങളാണ്. അപ്പൊ ഇതൊക്കെ നമുക്ക് ഒരുമിച്ച് പഠിക്കാവുന്നതാണ്. അതെ, അത് തന്നെ ഞാൻ പറഞ്ഞതിന് തൊട്ട് തന്നെ ഉണ്ട്. തെർമോഡൈനാമിക്കിന്റെ ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് ലോ പഠിക്കാനുണ്ട്. ദെൻ എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ ഉണ്ട്, കമ്പഷൻ, ന്യൂട്രലൈസേഷൻ, സൊല്യൂഷൻ ആൻഡ് ഹൈഡ്രേഷൻ, ഹീറ്റ് കപ്പാസിറ്റീസ്. അപ്പൊ ഇങ്ങനെ ഇതാ ഞാൻ പറഞ്ഞത് 2 ഓവർലാപ്പ് ചെയ്ത് വരുന്നുണ്ട് ചില പോർഷൻസ്. ദെൻ കെമിക്കൽ കൈനറ്റിക്സ് പറയുന്നുണ്ട്, ഇന്റഗ്രേറ്റഡ് റേറ്റ് ലോസ്, ഹാഫ് ലൈഫ്സ്, 0 ഫസ്റ്റ്, സെക്കൻഡ് ഓർഡർ, തേർഡ് ഓർഡർ റിയാക്ഷൻസിനെ പറ്റി പറയുന്നുണ്ട്. അതുപോലെ അറീനിയസ് ഇക്വേഷൻസ്, ചെയിൻ റിയാക്ഷൻസ്, പിന്നെ കാറ്റലിസിന്റെ തിയറി, ഇൻഡസ്ട്രിയൽ ആപ്ലിക്കേഷൻസും പറയുന്നുണ്ട് കാറ്റലിസ്റ്റുകളുടെ. അതുപോലെ തന്നെ ദെൻ നെക്സ്റ്റ് ഒരു ടോപ്പിക്കാണ് ഫോട്ടോ കെമിസ്ട്രി, ലോസ് ഓഫ് ഫോട്ടോ കെമിസ്ട്രി, ക്വാണ്ടം ഈൽഡ് തുടങ്ങിയ കാര്യങ്ങൾ. അതുപോലെ ഫിസിക്കൽ ആൻഡ് കെമിക്കൽ അഡ്സോർപ്ഷനും ആപ്ലിക്കേഷൻസ് ഓഫ് അഡ്സോർപ്ഷനും പറയുന്നുണ്ട്. ദെൻ കെമിക്കൽ ആൻഡ് അയോണിക് ഇക്വിലിബ്രിയംസ്, ഇക്വിലിബ്രിയത്തെ അഫക്ട് ചെയ്യുന്ന ഫാക്ടേഴ്സ്, ലെ ഷാർട്ട്ലിയർ പ്രിൻസിപ്പിൾ തുടങ്ങിയ കാര്യങ്ങൾ. പിന്നീടുള്ളത് സോൾട്ടിന്റെ ഹൈഡ്രോളിസിസും അതിന്റെ എഫക്റ്റുകളുമാണ്. അതുപോലെ pH, pOH, ബഫർ ആക്ഷൻസ്, ഇതൊക്കെ നമ്മൾ +2 കവർ ചെയ്യുന്ന ടോപ്പിക്കുകളാണ് ശരിക്കും. ദെൻ
ഇലക്ട്രോ കെമിസ്ട്രി പറയുന്നുണ്ട്, അതിൽ കണ്ടക്ടൻസ് പറയുന്നുണ്ട്, ലോസ് ഉണ്ട്, അതിന്റെ ആപ്ലിക്കേഷൻസ് ഉണ്ട്, ട്രാൻസ്പോർട്ട് നമ്പർ പറയുന്നുണ്ട്, പിന്നീട് ടൈപ്സ് ഓഫ് ഇലക്ട്രോഡുകൾ, പ്രൈമറി സെക്കൻഡറി സെല്ലുകൾ, ഫ്യൂവൽ സെല്ലുകൾ, ഇത്രയും കാര്യങ്ങളാണ് പറയുന്നത്. അതുപോലെ നമുക്ക് പിന്നീട് എക്സ്ട്രാ ഒരു ടോപ്പിക് കൂടെ വരുന്നുണ്ട്, നമ്മുടെ സ്പെക്ട്രോസ്കോപ്പി, അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ടെക്നിക്കുകളുടെ ടോപ്പിക്കിലാണ് ബേസിക് പ്രിൻസിപ്പിൾസ് ആൻഡ് ആപ്ലിക്കേഷൻസ് ഓഫ് UVVs, IR, NMR ആൻഡ് ESR സ്പെക്ട്രോസ്കോപ്പി, മാസ് സ്പെക്ട്രോസ്കോപ്പി, ഇത്രയും കാര്യങ്ങൾ ഫിസിക്കൽ കെമിസ്ട്രിയിൽ വരുന്നുണ്ട്. അപ്പൊ കമ്പാരിറ്റീവ്ലി ഓർഗാനിക് കെമിസ്ട്രി ആണ് കെമിസ്ട്രി സൈഡിലെ മൊഡ്യൂളിൽ സിമ്പിൾ ആയിട്ട് വന്നിരിക്കുന്ന മൊഡ്യൂള്. ദെൻ നമുക്ക് സുവോളജിയിലോട്ട് പോകാം. 4 മൊഡ്യൂളാണ്, 3 മാർക്ക് വീതമുള്ള 4 മൊഡ്യൂളായിട്ടാണ് സുവോളജി പോകുന്നത്. ഫസ്റ്റ് മൊഡ്യൂളിൽ നമുക്ക് പഠിക്കാനുള്ളത് നമ്മുടെ ഹ്യൂമൻ സർക്കുലേഷൻ സിസ്റ്റം റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഡയറ്റ് പറയുന്നുണ്ട്, വൈറ്റമിൻ മിനറൽസ് ഒക്കെ ഫസ്റ്റ് ഒന്ന് പറയുന്നുണ്ട്, അവയുടെ ഡെഫിഷ്യൻസി ഡിസീസുകളും അങ്ങനെയുള്ള കാര്യങ്ങൾ. ദെൻ ബ്ലഡിന്റെ കാര്യമാണ്, ബ്ലഡ് അതിന്റെ കമ്പോസിഷൻ, ഫംഗ്ഷൻസ്, ഗ്രൂപ്പുകൾ, ക്ലോട്ടിങ്, ആന്റികോയാഗുലന്റ് പോലുള്ള കാര്യങ്ങൾ. ദെൻ നമ്മുടെ ഹാർട്ട് ബീറ്റ്, ഹാർട്ട് ബ്ലഡ് പ്രഷർ, അവയുടെ പേസ് മേക്കർ, അങ്ങനെയുള്ള തുടങ്ങിയ കാര്യങ്ങൾ, അതിന്റെ എല്ലാ കാര്യങ്ങളും അങ്ങ് ആൻജിയോഗ്രാം, ആൻജിയോപ്ലാസ്റ്റി വരെയുള്ള നമ്മുടെ ബേസിക് ഹാർട്ടിന്റെ കാര്യങ്ങൾ മാത്രമല്ല അവയുടെ ഡിസീസുകൾ, അതിന്റെ റെമഡിയൽ മെഷേഴ്സ് ഒക്കെ തന്നെ പറഞ്ഞു പോകുന്നുണ്ട്. ദെൻ അതുപോലെ തന്നെ നമ്മുടെ ഹീമോഗ്ലോബിന്റെ സ്ട്രക്ചർ, ഓക്സിജൻ ട്രാൻസ്പോർട്ട് തുടങ്ങിയ കാര്യങ്ങളും, ഇത്രയും കാര്യങ്ങളാണ്. പിന്നീട് അതിന്റെ നമുക്ക് ദോഷഫലമായിട്ട് സ്മോക്കിംഗ് വരുന്നുണ്ട്, അതുപോലെ കാർബൺ മോണോക്സൈഡിന്റെ ഇൻഹലേഷൻ, ഇത്തരം കാര്യങ്ങളും അതിന്റെ റിലേറ്റഡ് ആയിട്ടുള്ള ടോപ്പിക്കുകളെല്ലാം തന്നെ കവർ ചെയ്തു പോകുന്നത് മൊഡ്യൂൾ 1ലാണ്. 3 മാർക്കാണ്. എല്ലാ മൊഡ്യൂളിനും 3 മാർക്ക് ഇതാണ്. രണ്ടാമത്തെ മൊഡ്യൂളിൽ പ്രധാനമായും 3 ടോപ്പിക്കുകൾ കവർ ചെയ്യുന്നുണ്ട്. ഒന്ന് നമ്മുടെ മസ്കുലാർ സിസ്റ്റം ആണ്, നമ്മുടെ ടൈപ്സ് ഓഫ് മസിൽസുകൾ വരുന്നുണ്ട്, പ്രോട്ടീനുകൾ, അങ്ങനെ എല്ലാ കാര്യങ്ങളും വരുന്നുണ്ട്. അതിൽ വരാവുന്ന അസുഖങ്ങളും ടെറ്റനസും, ടോണസും, ഫറ്റീഗ് പോലുള്ള അസുഖങ്ങൾ, റിഗർ മോർട്ടിസ് വരെ പറയുന്നുണ്ട്. രണ്ടാമത് വരുന്നത് നമ്മുടെ ഇത് മസ്കുലാർ സിസ്റ്റത്തിനെയാണ്, ഫിസിയോളജിക്കലും ബയോളജിക്കൽ ഇവന്റ്സ്. ദെൻ രണ്ടാമത് വരുന്നത് ബ്രെയിനിന്റെ സ്ട്രക്ചർ ആണ്. അപ്പൊ നമ്മുടെ ന്യൂറോൺ സിസ്റ്റവും ബ്രെയിനിന്റെ സ്ട്രക്ചർ, ബ്രെയിനിന്റെ ഫംഗ്ഷൻസ് തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ രണ്ടാമത്തെ പോർഷനിൽ പോകുന്നുണ്ട്. മൂന്നാമത്തേത് എൻഡോക്രൈൻ ഗ്ലാൻഡ്സ് ആണ്, ഹോർമോൺസ് ആൻഡ് ഡിസോർഡേഴ്സ് എല്ലാം വരുന്നുണ്ട്. അപ്പൊ ഇങ്ങനെ 3 മസ്കുലാർ സിസ്റ്റം, ന്യൂറൽ സിസ്റ്റം, എൻഡോക്രൈൻ സിസ്റ്റം, 3 സിസ്റ്റം കൂടി ചേർത്തിട്ടാണ് നമുക്ക് മൊഡ്യൂൾ 2 പോകുന്നത്. ദെൻ മൊഡ്യൂൾ 3 നമുക്ക് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാം. ഒന്ന് നമ്മുടെ സെൽ തിയറി, സെല്ലിന്റെ സ്ട്രക്ചർ തുടങ്ങിയ കാര്യങ്ങൾ, നമ്മുടെ വാട്സൺ ക്രിക്ക് മോഡൽ ഓഫ് DNA വരെ വരുന്നുണ്ട്. ദെൻ ക്രോമസോംസിനെ പറ്റി കാര്യമായിട്ട് പറയുന്നുണ്ട്. അതുപോലെ തന്നെ DNA, ഫിംഗർ പ്രിന്റിങ്, ക്രോമസോമൽ അനോമലീസ് കൊണ്ടുണ്ടാകുന്ന പല ടൈപ്പ് ഓഫ് ഡിസീസുകൾ പറയുന്നുണ്ട്. ദെൻ മെറ്റബോളിസത്തിലുണ്ടാകുന്ന ചില എറേഴ്സ് മൂലമുള്ള അസുഖങ്ങളും കണ്ടീഷൻസിനെ പറ്റിയും മൊഡ്യൂൾ 3 ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ദെൻ മൊഡ്യൂൾ 4 പോയി കഴിഞ്ഞാൽ നമ്മുടെ ഇമ്മ്യൂണിറ്റിയൊക്കെ കോൺസെൻട്രേറ്റ് ചെയ്തിട്ടാണ് മൊഡ്യൂൾ 4 പോകുന്നത്. അപ്പം ടൈപ്പ് ഓഫ് ഇമ്മ്യൂണിറ്റി പറയുന്നുണ്ട്, സെൽ ഇമ്മ്യൂണിറ്റി, പല ടൈപ്പ് ഓഫ് ഇമ്മ്യൂണിറ്റി സെൽസ് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ലിംഫോയിഡ് ഓർഗൻസിനെ പറ്റി പറയുന്നുണ്ട്, ആന്റിജൻസ്, ഹൈപ്പർ സെൻസിറ്റിവിറ്റി, ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി ഡിസീസുകൾ തുടങ്ങിയ കുറച്ച് കണ്ടീഷൻസും പറയുന്നുണ്ട്. അപ്പം ഇത്രയാണ് സുവോളജിയിൽ പ്രധാനമായിട്ട് നോക്കേണ്ട ടോപ്പിക്കുകൾ. നമ്മൾ ബോട്ടണിയിലോട്ട് പോയി കഴിഞ്ഞാൽ 5 മൊഡ്യൂളാണ്, ഈക്വലി ഡിവൈഡഡ് ആയിട്ടല്ല പോകുന്നത്. പ്ലാന്റ് മോർഫോളജി, അനാട്ടമിക്കും പ്ലാന്റ് ഫിസിയോളജിക്കും 3 മാർക്ക് വീതവും, ബാക്കിയുള്ള പ്ലാന്റ് കിങ്ഡം, എക്കണോമിക് ബോട്ടണി, പ്ലാന്റ് ബയോഡൈവേഴ്സിറ്റി ആൻഡ് കൺസർവേഷൻ, ഇത്രയും മൊഡ്യൂളുകൾക്കും ബാക്കി 3 മൊഡ്യൂളുകൾക്ക് 2 മാർക്ക് വീതമാണ് പോയിരിക്കുന്നത്. ഫസ്റ്റ് പ്ലാന്റ് കിങ്ഡത്തിൽ പോയി കഴിഞ്ഞാൽ നമുക്കറിയാം പ്ലാന്റ് സെല്ലിന്റെ ഡിഫറൻസ് ഉണ്ടല്ലേ ആനിമൽ സെൽസിൽ. അപ്പോൾ അതിന്റെ പ്ലാന്റ് സെല്ലിനെ പറ്റിയിട്ടാണ് ഫസ്റ്റ് പറയുന്നത്. ദെൻ അതുപോലെ തന്നെ പ്ലാന്റ് ഗ്രൂപ്പുകളെ പറ്റി പറയുന്നുണ്ട്. നമുക്കറിയാലോ ആൽഗെ, ബ്രയോഫൈറ്റ്സ്, ടെർഡോഫൈറ്റ്സ്, ജിംനോസ്പേംസ്, ആൻജിയോസ്പേംസ് വരുന്നുണ്ട്. ദെൻ മീസോഫൈറ്റ്സ്, ഹൈഡ്രോഫൈറ്റ്സ്, എപ്പിഫൈറ്റ്സ്, ഹാലോഫൈറ്റ്സ്, അഡാപ്റ്റേഷൻസ്, മോർഫോളജിക്കൽ ആയിട്ടുള്ള അനാട്ടമിക്കലും ഫിസിയോളജിക്കലുമായിട്ടുള്ള അഡാപ്റ്റേഷൻസ്, എവല്യൂഷൻ ബേസ്ഡ് ആയിട്ടുള്ള അഡാപ്റ്റേഷൻസ് വരുന്നതും അങ്ങനെ അവരുടെ കാര്യങ്ങളൊക്കെയാണ് പ്ലാന്റ് കിങ്ഡത്തിലെ ഫസ്റ്റ് മൊഡ്യൂളിൽ പറയുന്നത്. സെക്കൻഡ് മൊഡ്യൂൾ 3 മാർക്ക് വെയിറ്റേജ് വരുന്നതാണ്. നമ്മുടെ റൂട്ട് സിസ്റ്റത്തിന്റെയും ലീഫ് സിസ്റ്റത്തിന്റെയും ഒക്കെ മോഡിഫിക്കേഷൻസ്, ഇൻഫ്ലോറസൻസ്, പിന്നീട് ഡിഫറെന്റ് കൈൻഡ്സ് ഓഫ് ഫ്രൂട്ട്സ്, അവയുടെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ വിത്ത് എക്സാമ്പിൾ. ദെൻ ഡൈക്കോട്ട്, മോണോക്കോട്ട് സിസ്റ്റങ്ങൾ, അപ്പോൾ അവയുടെ എല്ലാം ഡിഫറൻഷിയേറ്റ് ചെയ്ത് തന്നെ ഓരോന്നിലും വരുന്ന ഡിഫറൻസുകൾ. ദെൻ സെക്കൻഡറി ഗ്രോത്ത്, പ്രൈമറി ഗ്രോത്തും സെക്കൻഡറി ഗ്രോത്തും, അതുപോലെ തന്നെ അനോമലസ് സെക്കൻഡറി ഗ്രോത്ത് എക്സാമ്പിൾസ് ഒള്ളിയാണ് പറയുന്നത് കേട്ടോ. എക്സാമ്പിൾ വെച്ച് മാത്രം പഠിച്ചാൽ മതി. ദെൻ മൂന്നാമത്തെ ടോപ്പിക് മൊഡ്യൂൾ 3 മാർക്ക് തന്നെ വരുന്നതാണ് പ്ലാന്റ് ഫിസിയോളജി. ഇവിടെ നമുക്ക് വാട്ടർ അബ്സോർപ്ഷൻ, ട്രാൻസ്പിറേഷൻ, പുൾത്തേറിയിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ദെൻ ട്രാൻസ്ലൊക്കേഷൻ പറയുന്നുണ്ട്, ഫോട്ടോസിന്തസിസ് പറയുന്നുണ്ട്, പിന്നീട് പ്ലാന്റ് ഗ്രോത്തിനെ പറ്റിയിട്ടുള്ള ഫൈറ്റോ ഹോർമോൺസിനെ പറ്റിയിട്ടും മൊഡ്യൂൾ 3 നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അടുത്തത് എക്കണോമിക് ബോട്ടണിയാണ്. നമ്മുടെ കൃഷി ചെയ്യുന്ന ഫുഡ് ക്രോപ്സുകളെ പറ്റി കൂടുതലായിട്ട് പറയുന്നുണ്ട്. പൾസ്, സീരിയൽസ്, മില്ലറ്റ്സ് പറയുന്നുണ്ട്. ഷുഗർ ഈൽഡിംഗ്, ഫൈബർ ഈൽഡിംഗ് പ്ലാന്റുകളെ പറ്റി, ഓയിൽ ഈൽഡിംഗ് പ്ലാന്റുകളെ പറ്റി, അതുപോലെ തന്നെ ജാക്ക് ഫ്രൂട്ട്, പൈനാപ്പിൾ, കോക്കനട്ട്, ഇവയുടെ എല്ലാം മോർഫോളജിക്കലായിട്ട്
യൂസ്ഫുൾ പാർട്ടുകളെ പറ്റിയിട്ട് സെപ്പറേറ്റ് ആയിട്ട് എടുത്ത് തന്നെ പറയുന്നുണ്ട് എക്കണോമിക് ബോട്ടണിയിൽ. ലാസ്റ്റ് പ്ലാന്റ് ബയോഡൈവേഴ്സിറ്റി ആൻഡ് കൺസർവേഷൻ ആണ്. നമ്മുടെ നാഷണൽ പാർക്കുകൾ, ബയോളജിക്കൽ ഗാർഡൻസ് തുടങ്ങിയ കാര്യങ്ങളാണ് പറയുന്നത്. ബയോഡൈവേഴ്സിറ്റി ഹോട്ട്സ്പോട്ടുകൾ, എൻവയോൺമെന്റൽ പ്രൊട്ടക്ഷൻ ലോസ്, ദെൻ ഡീഫോറസ്റ്റേഷൻ, അതിൻ്റെ ഇമ്പാക്റ്റ്, ഫോറസ്റ്റ് ഫയർ, ബയോഡൈവേഴ്സിറ്റി ഡിപ്ലീഷന്, ആന്ത്രോപോജനിക് ഫാക്ടേഴ്സ്, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട്. പിന്നീട് നമ്മുടെ കൺസർവേഷൻ സ്ട്രാറ്റജീസ്, നമ്മുടെ വേൾഡിലും ഇന്ത്യയിലും ഒക്കെ സ്റ്റേറ്റിലും ഒക്കെ നമ്മൾ ഉപയോഗിക്കുന്ന കൺസർവേഷൻ സ്ട്രാറ്റജീസ് ഏതൊക്കെയാണ്? വൈൽഡ് ലൈഫ് സാങ്ച്വറീസ്, നാഷണൽ പാർക്സ്, ബൊട്ടാണിക് ഗാർഡൻസ് തുടങ്ങി അങ്ങനെ പ്രധാനപ്പെട്ട കേരളത്തിലെ പ്രധാനപ്പെട്ട വൈൽഡ് ലൈഫ് സാങ്ച്വറീസ്, നാഷണൽ പാർക്കുകൾ, ബൊട്ടാണിക് ഗാർഡൻസ് തുടങ്ങിയ എല്ലാ കാര്യങ്ങളും ഇന്ത്യയിലും കേരളത്തിൽ മാത്രമല്ല ഇന്ത്യയിലും കേരളത്തിലെയും കൃത്യമായി തന്നെ പഠിച്ചു വെക്കണം മൊഡ്യൂൾ 5-നായിട്ട്. ഇത് കൂടാണ്ട് എൻവയോൺമെന്റൽ സയൻസ് 2 പാർട്ട് വരുന്നുണ്ട് കേട്ടോ. ഇത് ഇത്രയും കൂടെ ഫസ്റ്റ് പാർട്ടാണ്. സെക്കൻഡ് പാർട്ട് എൻവയോൺമെന്റൽ സയൻസ് വരുന്നുണ്ട്. അതിലാണ് നമ്മൾ പൊല്യൂഷൻ പറയുന്നുണ്ട്. നമ്മുടെ ഈ പൊല്യൂഷൻ നമ്മൾ വേറെ ഒരിടത്തും പറഞ്ഞിട്ടുണ്ടായിരുന്നു. പൊല്യൂഷൻ കെമിസ്ട്രിയിൽ ഫിസിക്കൽ കെമിസ്ട്രിയിൽ ലാസ്റ്റിലോട്ട് പറയുന്നുണ്ടായിരുന്നു നമ്മൾ പൊല്യൂഷൻ, അതിന്റെ റീസൺസ്. അതിവിടെയും വരുന്നുണ്ട്, ബയോളജിയിലും വരുന്നുണ്ട്. അതുപോലെ സോളിഡ് വേസ്റ്റ് മാനേജ്മെന്റ് സിസ്റ്റംസ്, പ്രധാനപ്പെട്ട എൻവയോൺമെന്റൽ ഇഷ്യൂസ് തുടങ്ങിയ കാര്യങ്ങളാണ് നമ്മുടെ സെക്കൻഡ് പാർട്ടിൽ വരുന്നത്, പ്ലാന്റ് ബയോഡൈവേഴ്സിറ്റി ആൻഡ് കൺസർവേഷന്റെ. ഇനി നമുക്ക് മാത്സിന്റെ സിലബസ് എടുത്തു കഴിഞ്ഞാൽ 7 മൊഡ്യൂളാണ്. എല്ലാ മൊഡ്യൂളിനും 2 അല്ലെങ്കിൽ 1 മാർക്ക് വീതം മാത്രമേ ഉള്ളൂ. കാര്യമായ ഒരു മൊഡ്യൂളിലും വലിയ രീതിയിൽ മാർക്ക് കൊടുത്തിട്ടില്ല അവർ. ഫസ്റ്റ് ലീനിയർ ആൾജിബ്രയാണ്. നമ്മൾക്ക് അറിയാം അല്ലേ, മെട്രിക്സ്. ലീനിയർ ആൾജിബ്രയിൽ എന്തൊക്കെയാണ് വരുന്നത്? മെട്രിക്സ് വരുന്നുണ്ട്, ഡിറ്റർമിനൻസ് വരുന്നുണ്ട്, അവയുടെ ക്യാരക്ടറിസ്റ്റിക്സും റൂട്ട് എടുക്കുക, കെയ്ലി തിയറം വരെയാണ് ഫസ്റ്റ് മൊഡ്യൂൾ പറയുന്നത്. സെക്കൻഡ് മൊഡ്യൂൾ കോംപ്ലക്സ് നമ്പേഴ്സ് ആണ്. അവയുടെ ബേസിക് ഡെഫിനിഷൻസ്, ബേസിക് ഓപ്പറേഷൻസ്, റിയൽ ആൻഡ് ഇമാജിനറി പാർട്ട്, പോളാർ ഫോം പറയുന്നുണ്ട്. പിന്നെ അതിന്റെ പ്രോഡക്ട്സ്, കോഷ്യൻസ്, പവേഴ്സ്, മോഡുലസ്, റൂട്ട്സ് തുടങ്ങിയ കാര്യങ്ങളാണ് പറയുന്നത്. ദെൻ തേർഡ് അനലിറ്റിക് ജോമെട്രി ആണ്. നമുക്ക് ഡിസ്റ്റൻസ് ഫോർമുല, സ്ട്രെയിറ്റ് ലൈൻ, ആംഗിൾ ബിറ്റ്വീൻ ലൈൻസ് വരുന്നുണ്ട്, സ്ലോപ്പ് വരും, സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻസ് ടു റെപ്രസെന്റ് സർക്കിള്, അതന്നെ സർക്കിള്, എലിപ്സ്, പാരാബോള, ഹൈപ്പർബോള പോലുള്ളവയെ റെപ്രസെന്റ് ചെയ്യുന്ന ഇക്വേഷൻസ്, പോളാർ കോർഡിനേറ്റ്സ്, സിലിണ്ട്രിക്കൽ കോർഡിനേറ്റ്സ് ആൻഡ് സ്ഫെറിക്കൽ കോർഡിനേറ്റ്സ്. 1 മാർക്ക് മാത്രമാണ് അനലിറ്റിക്കൽ ജോമെട്രിയുടെ ഒക്കെ വെയിറ്റേജ് വരുന്നത്. ദെൻ കാൽക്കുലസ് വരുന്നുണ്ട്. നമ്മുടെ ലിമിറ്റ് ഓഫ് ഫംഗ്ഷൻ ഉണ്ട്, ഇൻഡിറ്റർമിനേറ്റ് ഫോം, എൽ-ഹോസ്പിറ്റൽ റൂള്, കണ്ടിന്യൂസ് ഡിസ്കണ്ടിന്യൂസ് ആണോ, ഡെറിവേറ്റീവ്സ് ഉണ്ടോ, അതൊക്കെ നോക്കണ്ടേ. അപ്പോൾ ഇൻക്രീസിങ് ആൻഡ് ഡിക്രീസിങ് ഫംഗ്ഷൻസ്, ക്രിട്ടിക്കൽ പോയിന്റ്, സ്റ്റേഷനറി പോയിന്റ്, മാക്സിമം മിനിമ, കോൺകേവ് അപ്പ്, കോൺകേവ് ഡൗൺ, പോയിന്റ് ഓഫ് ഇൻഫ്ലക്ഷൻസ്, ഇതൊക്കെ നമ്മൾ ഓൾമോസ്റ്റ് 90% നമ്മൾ NCERT ടെക്സ്റ്റ് +1 +2 കവർ ചെയ്ത ടോപ്പിക്കുകൾ തന്നെയാണ്. ദെൻ ഫസ്റ്റ് ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷൻസ് വരുന്നുണ്ട്. അത് കൂടാണ്ട് വെക്ടർ കാൽക്കുലസ് വരുന്നുണ്ട്. നമ്മുടെ സ്കേലാർ പ്രോഡക്റ്റ്, ക്രോസ് പ്രോഡക്റ്റ് തുടങ്ങിയ കാര്യങ്ങളും, ഗ്രേഡിയന്റ്, ഡൈവേർജന്റ്, സോളിനോയിഡൽ വെക്ടർ, ഇറോട്ടേഷണൽ വെക്ടർ ഒക്കെ വരുന്നുണ്ട്. മൊഡ്യൂൾ 7 അബ്സ്ട്രാക്ട് ആൾജിബ്രയാണ്. അതിൽ ഗ്രൂപ്പ്, പ്രോപ്പർട്ടീസ് ആൻഡ് എക്സാമ്പിൾസ്, സബ് ഗ്രൂപ്പ്, സൈക്ലിക് ഗ്രൂപ്പ്സ്, പെർമ്യൂട്ടേഷന്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമുക്ക് ലാസ്റ്റ് മൊഡ്യൂളിൽ വരുന്നത്. ഓക്കെ, ഇനി നമുക്ക് നോക്കേണ്ടത് ജോബ് റിലേറ്റഡ് ആയിട്ടുള്ള 20 മാർക്കാണ്. 20 മാർക്ക് ജോബ് റിലേറ്റഡ് വരുമ്പോൾ അതിനകത്ത് ബേസിക്സ് ഓഫ് ഫയർ വരുന്നുണ്ട്, ഹീറ്റ് ആൻഡ് കമ്പഷൻ വരുന്നുണ്ട്, ഇലക്ട്രിസിറ്റി വരുന്നുണ്ട്. അതിൽ ഹീറ്റ് ആൻഡ് കമ്പഷൻ നോക്കിക്കേ 4 മാർക്ക് നല്ല വെയിറ്റേജ് ഉണ്ട്. ദെൻ ബേസിക് ലൈഫ് സപ്പോർട്ട്, നമ്മുടെ ഫസ്റ്റ് എയ്ഡിന് 3 മാർക്ക് വെയിറ്റേജ് വരുന്നുണ്ട്. ഫ്ലൂയിഡ് മെക്കാനിക്സ് 1 മാർക്ക്, പമ്പ് 2 മാർക്ക്, ഹസാഡസ് കെമിക്കൽസ് 2 മാർക്ക്, ലിക്വിഡ് ആൻഡ് ഗേഷ്യസ് ഫ്യൂവൽസ് 2 മാർക്ക്, ബിൽഡിംഗ് കൺസ്ട്രക്ഷന് 2 മാർക്ക്. ഇതിൽ തന്നെ നമുക്കറിയാം ഫ്ലൂയിഡ് മെക്കാനിക്സ് നമ്മൾ ഓൾറെഡി കവർ ചെയ്ത ടോപ്പിക്ക് വരും, ഹീറ്റ് ആൻഡ് കമ്പഷൻ കവർ ചെയ്ത ടോപ്പിക്ക് വരും, ഇലക്ട്രിസിറ്റി ബേസിക് ഇലക്ട്രിക്കലിന് കവർ ചെയ്ത ടോപ്പിക്ക് വരും. അങ്ങനെ കുറച്ച് ടോപ്പിക്കുകൾ ജോബ് റിലേറ്റഡിൽ നമ്മൾ കവർ ചെയ്ത് പോകുന്നുണ്ട്. ഡീറ്റെയിൽഡ് ആയിട്ടുള്ള സിലബസ് നിങ്ങൾ നോട്ടിഫിക്കേഷനിൽ നിന്ന് ഡൗൺലോഡ് ചെയ്ത് തന്നെ നോക്കുക. കൃത്യമായിട്ട് സിലബസ് അടിസ്ഥാനത്തിൽ തന്നെ പഠിച്ചു പോകാൻ ശ്രദ്ധിക്കുക. ദെൻ പാർട്ട് 7 നമ്മുടെ GK ആണ്. 10 മാർക്കേ ഉള്ളൂ. റിനൈസൻസ് പഠിക്കണം. നമ്മുടെ നോർമൽ സ്റ്റാറ്റിക് GKs ഉണ്ട്, കേരള റിനൈസൻസ് ഉണ്ട്, ദെൻ കറണ്ട് അഫയേഴ്സ് കൂടെ വരുന്നുണ്ട്. അടുത്ത ലാസ്റ്റ് പാർട്ട് നമ്മുടെ കമ്പ്യൂട്ടറിന്റെ ബേസിക്സ് ആണ്. അവർ 10 മാർക്കാണ് പറയുന്നത്. 5 മൊഡ്യൂൾ പറയുന്നുണ്ട്. പക്ഷേ മൊഡ്യൂളിൽ എത്രമാത്രം വെയിറ്റേജ് ഡിവൈഡ് ആയിട്ട് പോയിട്ടുണ്ടെന്ന് പറയുന്നില്ല. ഹാർഡ്വെയർ ഉണ്ട്, സോഫ്റ്റ്വെയർ ഉണ്ട്, കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്സ് ഉണ്ട്, ഇന്റർനെറ്റ് ഉണ്ട്, സൈബർ ക്രൈംസ് ആൻഡ് സൈബർ ലോസ് ഉണ്ട്. കുറച്ചൊന്ന് ഡീറ്റെയിൽ ആയിട്ട് തന്നെ സിലബസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതനുസരിച്ച് പഠിച്ചുകൊള്ളുക. കാരണം ഏതിനും വെയിറ്റേജ് പറയാത്തതുകൊണ്ട് തന്നെ നമുക്കൊന്നിനും കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിക്കാൻ ഒക്കില്ല. എന്തായാലും ബേസിക് ക്വസ്റ്റ്യൻസ് ആയിരിക്കും വരുന്നത്. അപ്പോൾ ആ രീതിയിൽ തന്നെ പ്രിപ്പറേഷൻ കണ്ടിന്യൂ ചെയ്യുക. അപ്പോൾ ഇതാണ് നമ്മുടെ സേഫ്റ്റി ഓഫീസറിന്റെ സിലബസും അതിൻ്റെ ഒരു ഓവറോൾ ഐഡിയ ആണ് പറഞ്ഞത്. അപ്പോൾ സിലബസ് ഓറിയന്റഡ് ആയിട്ട് തന്നെ പഠിക്കാൻ ശ്രദ്ധിക്കുക. മാർച്ച് 1-നായിരിക്കും എക്സാം. അധികം സമയമില്ല. നമുക്ക് ഇനി കഷ്ടിച്ച് 2 മാസം നിങ്ങളുടെ മുന്നിലുള്ളൂ. അപ്പോൾ ആ സമയം കൃത്യമായി യൂട്ടിലൈസ് ചെയ്ത് നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യുക. നന്നായി തന്നെ എക്സാം എഴുതാൻ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ എല്ലാവരും കൺഫർമേഷൻ കൊടുക്കാൻ മറന്നു പോകാതിരിക്കാനും ശ്രദ്ധിക്കുക. താങ്ക് യു.